ഐവ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഏവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നുള്ളത്. പബ്ലിക് കേരള തിരഞ്ഞെടുപ്പിന് ശേഷം വളരെ വ്യക്തമായി പറഞ്ഞതാണ്, രാജ്യത്തെ വോട്ടിംഗ് മിഷനുകളിൽ അട്ടിമറികൾ സംഭവിച്ചിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളുടെയും കഥകളല്ല, എന്നാൽ BJPക്ക് സംഘപരിവാറിന് സ്വാധീനമുള്ള ചില മണ്ഡലങ്ങളിൽ ഇത് നടന്നിട്ടുണ്ട് എന്നുള്ളതിന് ചില വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട ചില ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വാർത്തകൾ നൽകിയിരുന്നു. ആ വാർത്തകൾക്ക് നേരെ ആക്ഷേപം ചൊരിഞ്ഞവരെ ഇതാ ഒരു വാർത്ത കേൾക്കുക. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യമായി രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുന്നു, 6 സംസ്ഥാനങ്ങളിലെ 8 ഇടങ്ങളിലെ പരിശോധനകളിൽ വ്യക്തമായിരിക്കുന്നു, വോട്ടിംഗ് മിഷനുകളിലെ വോട്ടുകളും VVPATകളിൽ എണ്ണിയ വോട്ടുകളും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ടെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പരസ്യമായി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. എന്നാലും ഇനിയും പുറത്തു വരാനുണ്ട് ഒരുപാട് സത്യങ്ങൾ. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, മേഘാലയ, മണിപ്പൂർ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പരിശോധനകൾക്ക് ശേഷമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊരുത്തക്കേടുകൾ സംബന്ധിച്ച് രംഗപ്രവേശനം ചെയ്തത്. രാജ്യത്ത് വോട്ടിംഗ് മിഷനുകളിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളതിന് ചില വിവരങ്ങൾ മാധ്യമങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പ്രതികരണത്തിനും രംഗപ്രവേശനം ചെയ്തിട്ടില്ല. അന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ഇങ്ങനെയാണ്, പ്രേതങ്ങളല്ല വോട്ട് ചെയ്തത് എന്നുള്ള ആക്ഷേപവുമായാണ് ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങൾ രംഗപ്രവേശനം ചെയ്തത്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ അടക്കം പറഞ്ഞിട്ടുള്ളതും അത് തന്നെയാണ്. പക്ഷേ ഇപ്പോഴെന്ത് സംഭവിച്ചു? പ്രേതങ്ങളാണോ വോട്ട് ചെയ്തത്? എങ്ങനെയാണ് ഈ പൊരുത്തക്കേടുകൾ വന്നത്? ചെറിയ വോട്ടുകളാണെങ്കിൽ പോലും ആ വോട്ടുകളുടെ വ്യത്യാസങ്ങൾ എങ്ങനെയാണ് ഇത്രയും അധികം മണ്ഡലങ്ങളിൽ നടന്നത് എന്നുള്ളതിന് ഉത്തരം നൽകാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവണം. ഇന്നലെ ഞങ്ങൾ ഒരു വാർത്ത പുറത്തുവിട്ടു, കോൺഗ്രസ് നേതാക്കന്മാരുടെ കൈകളിൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ വാർത്ത പുറത്തുവിട്ടപ്പോൾ ആ വാർത്തക്കെതിരെ ആക്ഷേപം ചൊരിഞ്ഞവരെ ഞങ്ങൾ വാർത്ത പുറത്തുവിട്ടത് ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഞങ്ങൾ വസ്തുതാപരമായിട്ടുള്ള വാർത്തകൾ തന്നെയാണ് പലപ്പോഴും പൊതുജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പക്ഷേ ആ വാർത്തകൾ വിശ്വസിക്കാനുള്ള ഒരു പ്രയാസം നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെതിരെയുള്ള വാർത്തകളായതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ആ ആക്ഷേപങ്ങളെ ഞങ്ങൾ വിലക്കെടുക്കാറുമില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സത്യങ്ങൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പറയുകയാണ്, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ 6 സംസ്ഥാനങ്ങളിൽ അട്ടിമറി സംഭവിച്ചിട്ടുണ്ട് എന്ന് പരസ്യമായി രംഗപ്രവേശനം ചെയ്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊരുത്തക്കേടുകളുണ്ട് എന്ന് പറഞ്ഞ് പരസ്യമായി സമ്മതിക്കുന്നു. 8 ഇടങ്ങളിലെ പരിശോധനകളാണ് ഈ വ്യക്തമായ വസ്തുതാപരമായിട്ടുള്ള തെളിവുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയതെങ്കിൽ ഇനിയും അന്വേഷിക്കാൻ തയ്യാറാവുക. എവിടെയൊക്കെയോ പരാജയത്തിനുള്ള ചില മുൻകരുതലുകൾ കണ്ടിട്ട് ആ പരാജയത്തിനെ അട്ടിമറിച്ച് തോൽപ്പിക്കാൻ അവർ വോട്ടിംഗ് മിഷനുകൾ അട്ടിമറി നടത്തിയിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളും പറയുന്നില്ല, പക്ഷേ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അവർക്ക് സ്വാധീനമുള്ള ചില മണ്ഡലങ്ങളിൽ ചില ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചുകൊണ്ട് അവർ ക്രമക്കേടുകൾക്ക് വോട്ടിംഗ് മിഷനെ വിധേയമാക്കിയിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ ഇനി ഓരോന്നായി പുറത്തു വരാൻ പോകുന്നതേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.